Morning students, hope you all are very fine. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പണിഷ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ കേട്ടത് അല്ലേ. അപ്പോൾ പണിഷ്മെൻറ്റ് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കുള്ളത് എന്താണ്, ടൈപ്പ് ഓഫ് പണിഷ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഓരോ ഓർഗനൈസേഷനും ചില ടൈപ്പ് ഓഫ് പണിഷ്മെൻറ്റ്സ് അവർ ഫോളോ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ഓഫ് പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത് ഹോട്ട് സ്റ്റവ് റൂളാണ്. ഓക്കെ, അപ്പോൾ ഹോട്ട് സ്റ്റവ് റൂള് നിങ്ങൾക്ക് ഏകദേശം, ഹോട്ട് സ്റ്റവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ചൂടുള്ള ഒരു സ്റ്റവ്, നന്നായിട്ട് കത്തി നിൽക്കുന്ന ഒരു സ്റ്റവ്. ഓക്കെ, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതിലേക്ക് വരുന്നേക്കാളും മുമ്പ് നിങ്ങളുടെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് കൊണ്ടുപോകാം. നിങ്ങൾ ചെറുപ്പത്തിൽ നിങ്ങൾ അമ്മമാരുടെ അടുത്ത് കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് സാധാരണ ഒരുവിധം കുട്ടികളും അമ്മമാരുടെ പിന്നാലെ ആയിരിക്കും ചെറുപ്പത്തിൽ അല്ലേ. ഒരു 1 to 2 years 3 years വരെയും അവർ ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആവുക അവരുടെ അമ്മമാരായിട്ടാണ്. അപ്പോൾ അമ്മ എവിടെയാണോ അവിടെയാണ് അവരുടെയും സ്ഥാനം. അമ്മ അടുക്കളയിലാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ കൂടെ അടുക്കളയിലുണ്ടാവും, അമ്മ ഹാളിലാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ കൂടെ ഹാളിലുണ്ടാവും, അമ്മ വരാന്തയിലാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ കൂടെ വരാന്തയിലും. അപ്പോൾ എവിടെയാണോ അവരുടെ അമ്മ പോകുന്നത് അവിടേക്ക് ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുക എന്നുള്ളതാണ് ആ കുട്ടിയുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഈ അമ്മമാർ കുക്ക് ചെയ്യണ സമയത്ത് ചിലപ്പോൾ ചൂടുള്ള പാത്രങ്ങൾ, കുക്കർ, ഇതൊക്കെ നമ്മളവിടെ വയ്ക്കുമ്പോൾ എപ്പോഴും കുട്ടിയോട് പറയും, തൊടരുത് കേട്ടോ, ചൂടുണ്ട് കേട്ടോ, നമ്മൾ പറയാറുണ്ട്, എപ്പോഴും പറയാറുണ്ട് അല്ലേ. ഇൻ സ്പൈറ്റ് ഓഫ് ദാറ്റ് പലപ്പോഴും പല കുട്ടികൾ അമ്മമാർ ഇല്ലാത്ത സമയത്ത് അത് പോയിട്ട് തൊട്ട് നോക്കാറുണ്ട്, കൈ പൊള്ളാറുണ്ട് അല്ലേ. അപ്പോൾ ഹോട്ട് സ്റ്റവ്, ഇവിടെ ഞാൻ പറയുന്നത് ഹോട്ട് സ്റ്റവ് അല്ലെങ്കിൽ അടുപ്പിൻ്റെ അവിടെയാണെന്നുണ്ടെങ്കിൽ അടുപ്പിൻ്റെ കനൽ കാണുമ്പോൾ, അടുപ്പ് കത്തണ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് അത് കാണാനായിട്ട്, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ആ യെല്ലോ ഓറഞ്ച് മിക്സ് ചെയ്തിട്ടുള്ള ഫ്ലെയിമിൻ്റെ കളർ, അത് കഴിഞ്ഞ് ഫ്ലെയിമൊക്കെ കഴിഞ്ഞ് അത് അപ്പോഴും ഹോട്ടായിട്ടിരിക്കണം, അതിൻ്റെ ചാർക്കോളൊക്കെ ഹോട്ടായിട്ടിരിക്കണ ഒരു ഓറഞ്ച് ആൻഡ് റെഡ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളർ, ഇറ്റ്സ് ബേണിങ് കോൾ. അത് കാണുമ്പോഴും നമുക്കിത് കാണുമ്പോൾ നല്ല തേൻമിഠായി പോലെ തോന്നുന്നുണ്ടാവും അവർക്ക്, പോയിട്ട് തൊട്ട് കഴിഞ്ഞാൽ നല്ല തേൻമിഠായി അല്ലേ അത് അല്ലേ. അപ്പം നമുക്ക് എന്താണത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അടുപ്പ് ഒരു പ്രാവശ്യം ആ കുട്ടി തൊട്ട് കഴിഞ്ഞ് അത് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിക്ക് ആ ഭാഗത്തേക്ക് പോകുമ്പോൾ തന്നെ അത് ഓർമ്മ വരും അല്ലേ, പോകുമ്പോൾ തന്നെ അത് ഓർമ്മ വരും. എനിക്കിത് പറഞ്ഞു വന്നപ്പോൾ എന്താ പറയണേ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് നമ്മുടെ വീടുകളിലൊക്കെ പലപ്പോഴും ഉണ്ടാവാറുള്ളതാണ്. വൺസ് നമ്മുടെ ഇത് പറഞ്ഞു വന്നപ്പോഴാണ് തെന്നാലിരാമൻ്റെ ഒരു കഥ ഓർമ്മ വന്നത്. തെന്നാലിരാമൻ്റെ രാജ്യത്ത് രാജാവിൻ്റെ രാജ്ഞി എന്ത് ചെയ്തു, എലിയുടെ ശല്യം കുറയ്ക്കാനൊക്കെ ആയിട്ട് കുറേ പൂച്ചകളെ വളർത്താമെന്നുള്ള ഒരു ഐഡിയ ആയിട്ട് ആൾ വന്നു. അങ്ങനെ രാജാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എല്ലാ വീടുകളിലേക്കും പൂച്ചേനെ കൊടുത്തു. ആ പൂച്ചയ്ക്ക് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഓരോ പശുവിനെയും കൊടുത്തു. അപ്പോൾ പൂച്ചേനെയും കൊടുത്ത് വളർത്താനായിട്ട് പശുവിനെയും കൊടുത്തു. അവരെന്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ പൂച്ചേനെ അങ്ങോട്ട് കൊണ്ടുവന്നത്, എലിയുടെ ശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ എന്താ പറയുക, പൂച്ചക്കുട്ടിക്ക് എല്ലാ വീട്ടുകാരും എന്ത് ചെയ്യാണ്, പശുവിനെ നന്നായിട്ട് നോക്കി പശുവിൻ്റെ പാല് കറന്നിട്ട് ആർക്ക് കൊടുക്കണം, പൂച്ചക്കുട്ടികൾ വീട്ടിൽ സ്വന്തം മക്കളുണ്ടാകും, അവർക്കല്ല ആദ്യത്തെ സ്ഥാനം ആർക്കാണ്, പൂച്ചയ്ക്കാണ്. പൂച്ച പാലൊക്കെ കുടിച്ച് നല്ല രസമായിട്ട് ഇങ്ങനെ വളർന്നു വരികയാണ്. അപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ രാജ്ഞി എന്ത് പറഞ്ഞു, എല്ലാ വീട്ടുകാരും ഒരു വീട്ടിൽ നിന്ന് ഒരാൾ ആ രാജ്ഞി കൊടുത്ത പൂച്ചയായിട്ട് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു, കാണിച്ചു കൊടുക്കാനായിട്ട്, പൂച്ച എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ വീട്ടിലത്തെ എലി ശല്യങ്ങളൊക്കെ കുറഞ്ഞോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണം. അപ്പോൾ നേരിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. അപ്പോൾ നമ്മുടെ രാജ്ഞി പറഞ്ഞ ദിവസം ഓരോരുത്തരായിട്ട് വന്ന് രാജാവിൻ്റെ അടുത്തും രാജ്ഞിയുടെ അടുത്തും വന്ന് നോക്കുമ്പോൾ ഒക്കെ അവർ പൂച്ചേനെ നിർത്തിയപ്പോൾ ഒക്കെ നല്ല ഭംഗിയായിട്ട്, നല്ല ഉരുണ്ട നല്ല ഭംഗിയുള്ള പൂച്ചക്കുട്ടികളായിട്ടെല്ലാം നല്ല രസമായിട്ട്. പക്ഷേ പൂച്ചക്കുട്ടികൾക്ക് പാല് കൊടുക്കുമ്പോഴും അവർ കുടിക്കുന്നുണ്ട്, അവർ കളിക്കുന്നുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ പോയിട്ട് ഉറങ്ങുകയാണ്. കാണുമ്പോൾ തന്നെ ഭയങ്കര കൊതിയാവുന്ന പൂച്ചക്കുട്ടികളെല്ലാതും. ഓക്കെ,
അപ്പോൾ തെന്നാലിരാമൻ്റെ ടേൺ വന്നു. ആളും ആളുടെ പൂച്ചക്കുട്ടീനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നു. ആളുടെ പൂച്ചക്കുട്ടി അത്യാവശ്യം, അതായത് വലിയ എന്താ പറയുക, ക്ഷീണിച്ചിട്ടല്ല, എന്നാൽ വലിയ ഉരുണ്ടിട്ടുമല്ല, ഒരു മീഡിയം സൈസ്, ഒരു ആവറേജേ ഉള്ളൂ. അപ്പോൾ അതിങ്ങനെ വന്ന് അവിടെ നിന്നു. അപ്പോൾ രാജ്ഞി ചോദിച്ചു, തെന്നാലിരാമൻ ഇതിന് പാലൊന്നും കൊടുക്കാറില്ലേ? ഞാൻ പശുവിനെ വളർത്താനായിട്ട് തന്നു, ഈ പൂച്ച എന്താ പാല് കുടിക്കണില്ലേന്ന് ചോദിച്ചു. അപ്പോൾ തെന്നാലിരാമൻ പറഞ്ഞു, ഈ പൂച്ച പാല് കുടിക്കണില്ലേ രാജ്ഞി എന്ന് പറഞ്ഞു. അപ്പോൾ കൊട്ടാരത്തിലിരുന്ന് എല്ലാവരും ചിരിച്ചു തുടങ്ങി. എല്ലാവർക്കും ഭയങ്കര തമാശയായിട്ട് തോന്നിയത്. അപ്പോൾ നീ എന്ത് മണ്ടത്തര വിളിച്ച് പറയണ തെന്നാലിരാമ, പൂച്ച പാല് കുടിക്കണില്ല എന്നുള്ളതാണോ നീ പറഞ്ഞു വരണേന്ന് ചോദിച്ചു. അപ്പോൾ തെന്നാലിരാമൻ പറഞ്ഞു, രാജ്ഞി നോക്കിക്കോളൂ, രാജ്ഞി കൊടുത്ത് നോക്കിക്കോ, പൂച്ച പാല് കുടിക്കണ്ടോ നോക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ രാജ്ഞി എന്ത് ചെയ്തു, അവിടെയുള്ള ഒരാളോട് പറഞ്ഞു, ഒരു പാത്രത്തിൽ ഇത്തിരി പാല് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ആൾ പാലും കൊണ്ടുവന്ന് അവിടെ വെച്ചു. പാല് കണ്ട പാടെ പൂച്ച ഒരൊറ്റ ഓട്ടം, പൂച്ച കുടിച്ചില്ല, ഒരൊറ്റ ഓട്ടം. അപ്പോൾ എല്ലാവർക്കും കളിയും തമാശയും ചിരിച്ചിട്ടൊക്കെ നിന്നിറങ്ങുന്ന ആൾക്കാരൊക്കെ ഭയങ്കര സീരിയസ് ആയി. വൈ ദിസ് ഈസ് ഹാപ്പനിങ്, എന്ത് പറ്റി പൂച്ചയ്ക്ക് എന്നുള്ളതൊരു തോന്നൽ വന്നു. ഓക്കെ, അപ്പോൾ എന്താണ് അവിടെ ട്രെയിനിങ് കൊടുത്തിട്ടുള്ളത്? പൂച്ച വീട്ടിലേക്ക് വന്നന്ന് തിളച്ച പാലാണ് തെന്നാലിരാമൻ പൂച്ചയ്ക്ക് കുടിക്കാനായിട്ട് കൊടുത്തത്. പൂച്ച പാല് കണ്ട ആവേശത്തിൽ ഓടി വന്നത് കുടിച്ചതാണ്. അന്ന് അതിൻ്റെ നാവിൽ പൊള്ളലേറ്റതാണ്. പിന്നെ പൂച്ച ഒരു പരീക്ഷണത്തിന് നിന്നിട്ടില്ല. എത്ര തണുത്ത പാല് കൊടുത്താലും അതിൻ്റെ മനസ്സിൽ അന്ന് ഏറ്റ പൊള്ളലുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് കഥ തെനാലിരാമനിലേക്ക് പോകാനല്ല, ഹോട്ട് സ്റ്റവ് റൂളിനെ കുറിച്ചിട്ടാണ് പറഞ്ഞു വരുന്നത്. വൺസ് നമ്മളത് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും നമ്മളത് ചെയ്യില്ല. അപ്പോൾ ഈ ഹോട്ട് സ്റ്റവ് റൂളിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു വാർണിംഗ് ആണ്, ദിസ് ഈസ് ഹോട്ട്, ഡോണ്ട് ടച്ച് ഇറ്റ്. അത് ചിലപ്പോൾ നമ്മൾ പ്രവർത്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷേ വേണ്ട. പക്ഷേ ഹോട്ട് സ്റ്റവ് ഇറ്റ് automatically it indicates, it is a warning, it is too hot, please don't touch it എന്നുള്ളൊരു വാർണിംഗ് ആണ് ഹോട്ട് സ്റ്റൗ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാവുന്നത്. സെക്കൻഡ് തിങ് ഈസ് ദ സ്റ്റൗ ഈസ് കൺസിസ്റ്റൻറ്റ്. അത് എപ്പോഴും ചൂടേ ആൾക്കാർക്ക് കൊടുക്കുള്ളൂ. ഒരിക്കലും ഹോട്ട് സ്റ്റൗവെന്ന് നമുക്ക് തണുപ്പ് കിട്ടില്ല. ആര് തൊട്ടാലും അവർക്കത് പൊള്ള തന്നെ ചെയ്യും. തേർഡ് വൺ ഈസ് ദ സ്റ്റൗ ബേൺസ് ഇമ്മീഡിയറ്റ്ലി. നമ്മൾ ഒരു സ്റ്റൗമ്മ നമ്മുടെ കൈ വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ടല്ല നമുക്ക് പൊള്ളൽ വരിക. പൊള്ളലിൻ്റെ ആഘാതം ചിലപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നേക്കാം, പക്ഷേ തൊട്ട് കഴിഞ്ഞാൽ ഇറ്റ് ബേൺസ് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ, ആൻഡ് ഫോർത്ത് വൺ ഈസ് ഇറ്റ് ഈസ് ഇംപേഴ്സണൽ. Whether your boss, whether any employee, whether employees of a lower grade, of any grade, ആര് വന്ന് തൊട്ടാലും ഒരാൾക്ക് ഉണ്ടാവുന്ന അനുഭവം തന്നെയാണ് മറ്റൊരു വ്യക്തിക്കും ഉണ്ടാവുള്ളൂ. ഇറ്റ് ഈസ് ഇംപേഴ്സണൽ. അയ്യോ, ഈ വീടിൻ്റെ ഗൃഹനാഥനാണ്, അത് കാരണം പൊള്ളാൻ പാടില്ല, ഇല്ല. ഈ ഇൻഡസ്ട്രിയുടെ ജനറൽ മാനേജറാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ CEO ആണ് വന്നിട്ടുള്ളത്, സോ ഇറ്റ് ഷുഡ് നോട്ട്. അങ്ങനെയല്ല, ആര് തൊട്ടാലും അത് പൊള്ളും. അപ്പോൾ ഇതിൽ നിന്ന് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇറ്റ് ഈസ് ദ സ്റ്റൗ ഇറ്റ് സെൽഫ് പ്രൊവൈഡ്സ് എ വാർണിംഗ്. ഇതിൻ്റെ 4 ഡിസിപ്ലിൻ ബേസിക്സ് ആണ് ഈ പറയുന്ന 4 കാര്യങ്ങൾ. ഒന്ന്, പ്രൊവൈഡ്സ് എ വാർണിംഗ്. സെക്കൻഡ് വൺ ഈസ് ഇറ്റ് ഈസ് കൺസിസ്റ്റൻറ്റ്. അതിൽ നിന്ന് വേറെ ഒന്നും പ്രതീക്ഷിക്കാനായിട്ട് പറ്റില്ല. ദ സെയിം തിങ് വി ക്യാൻ എക്സ്പെക്റ്റ്. ആൻഡ് തേർഡ് വൺ ഈസ് ഇറ്റ് ബേൺസ് ഇമ്മീഡിയറ്റ്ലി. വെൻ യു ടച്ച് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി, ദർ ഈസ് നോ ടൈം ഗോയിങ് ഓൺ. നമ്മൾ തൊട്ട വഴിക്ക് തന്നെ നമുക്കതിൻ്റെ എഫക്റ്റ് നമുക്കറിയാനായിട്ട് പറ്റും. ആൻഡ് ഫോർത്ത് വൺ ഇറ്റ് ഈസ് ഇംപേഴ്സണൽ. നാലാമത്തെ നമുക്ക് വരുന്നത് ഇംപേഴ്സണലാണ്. അപ്പോൾ തൊടുന്ന ആളിനെ ഒരിക്കലും കൺസിഡർ ചെയ്യില്ല. ആര് തൊട്ടാലും അത് പൊള്ളും എന്നുള്ളത് മാത്രമേ അത് ഇൻഡിക്കേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ,
ആൻഡ് ദെൻ അപ്പോൾ ഇതാണ് നമുക്ക് ഹോട്ട് സ്റ്റവ് റൂളിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഹോട്ട് സ്റ്റവ് റൂൾ എന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിനറി ആക്ഷനാണ്, എ കൈൻഡ് ഓഫ് ഡിസിപ്ലിനറി ആക്ഷൻ. പല കമ്പനീസും ഇത് ഫോളോ ചെയ്യാറുണ്ട്. കാരണം ഇത് ഫോളോ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 4 പ്രത്യേകതകളുള്ള കാരണം തന്നെയാണ് ഇത് ഫോളോ ചെയ്യുന്നത്, അല്ലേ? ഇത് ഇംപേഴ്സണലാണ്. ഒരു ഒഫൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് വരേണ്ടത് ഇറ്റ് ഷുഡ് ബി ഇംപേഴ്സണൽ. പക്ഷേ അയാൾ ചെയ്തിട്ടുള്ള കമ്പനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം എന്നുള്ള നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, അല്ല? ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡിൽ ഒരു ഡിസിപ്ലിനറി ആക്ഷനിലേക്ക് പോകുന്നതിനേക്കാളും മുമ്പ് ദി കമ്പനി അല്ലെങ്കിൽ ദ പേഴ്സൺ ഹു ഈസ് ടേക്കിംഗ് ഡിസിപ്ലിനറി ആക്ഷൻ ഹാസ് ടു കൺസിഡർ ദി പർട്ടിക്കുലർ എംപ്ലോയീസ് ഡീറ്റെയിൽസ് about his work experience, about the length of service, about the achievements he have achieved എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെയും നമുക്ക് ഇവിടെ എന്താണെന്നുണ്ടെങ്കിൽ 4 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടാണ് ഈ റൂള് പ്രൊക്ലെയിം ചെയ്യുന്നത്. One thing is it provides a warning. Second thing is it is consistent. Third thing is it burns immediately, and fourth one it is impersonal. ഇത്രയും നല്ല ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത് കൊണ്ട് തന്നെയാണ് പല കമ്പനീസും പല ഇൻഡസ്ട്രീസും ഇന്ന് ഈ ടൈപ്പ് ഓഫ് ഡിസിപ്ലിനറി ആക്ഷൻ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദെൻ നമുക്കിനി ഇതിൻ്റെ സിഗ്നിഫിക്കൻസിലേക്ക് കടക്കാം. സിഗ്നിഫിക്കൻസ് ഓഫ് ഹോട്ട് സ്റ്റവ് റൂൾ. In order to be productive, management must take immediate disciplinary action. എപ്പോഴും ഒരു കാര്യത്തിന് വിചാരിച്ച രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു ഒഫൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുള്ള ആക്ഷൻ ഇമ്മീഡിയറ്റ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് നോട്ട് ബി പ്രൊലോങ്ഡ്. കാരണം പ്രൊലോങ് ചെയ്യുന്ന ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മണിക്കൂറും ആ ഉണ്ടായിട്ടുള്ള ഒഫൻസിൻ്റെ ഗ്രാവിറ്റി റെഡ്യൂസ് ചെയ്ത് വരികയാണ്. അത് ഫെയ്ഡായി പോകുന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വൺസ് ഒരു ഒഫൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഉണ്ടായാൽ മാത്രമേ അത് പ്രൊഡക്റ്റീവായിട്ട്, അത് നമ്മൾ ബാക്കിയുള്ളവർക്കും ഒരു വാർണിംഗ് ആയിട്ടത് മാറുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ അത് വാർണിംഗ് ആവില്ല. കാരണം ഒരു ഒഫൻസ് ഉണ്ടായി അതിന് മാസങ്ങളോളം കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിനൊരു ആക്ഷൻ വരുന്നതെങ്കിൽ അതിനേക്കാളും കൂടുതൽ ക്രൈം ആ ടൈം ഗ്യാപ്പിനുള്ളിൽ സംഭവിച്ചിട്ടുണ്ടായേക്കാം. അപ്പോൾ റോങ് ഡിസിഷൻ മെയ്ഡ് ബൈ ദി എംപ്ലോയി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു നെഗറ്റീവ് ആക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, റോങ് ആക്ഷൻ എംപ്ലോയിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഇവിടെ ഡിസ്പെൻസർ എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയിൽ ഈ ദാറ്റ് ഈസ് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്നത് മാനേജർ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ ഇസ് നോൺ ആസ് ഡിസ്പെൻസർ. As the dispenser of the discipline, the manager should react as soon as possible to the violation. ഒരു വയലേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഡിസ്പെൻസർ എന്ന് പറയുന്ന പേഴ്സൺ എത്രയും പെട്ടെന്ന് ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ടായിരിക്കണം. When touching a hot stove, one gets burned. Likewise, when committing an offense, if the response is immediate, the chances of it happening again are reduced. നമ്മളൊരു ഒഫൻസ് ഉണ്ടായി, പെട്ടെന്നൊരു ആക്ഷൻ എടുത്തു, വീണ്ടും ആ ടൈപ്പ് ഓഫ് ഒഫൻസ് റിപ്പീറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് വെരി വെരി റയറാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളൊരു ഒഫൻസ് ഉണ്ടായി നമ്മൾ ആക്ഷൻ എടുക്കാൻ മാസങ്ങളോളം എടുത്തു എന്നുണ്ടെങ്കിൽ, ഓക്കെ, കുറേ മാസം കഴിഞ്ഞിട്ടാണ് അന്ന് ഉണ്ടായിട്ടുള്ളൊരു സംഭവത്തിന് നമ്മളൊരു ആക്ഷൻ എടുക്കുന്നതെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈം ഗ്യാപ്പിനുള്ളിൽ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ 6 months കഴിഞ്ഞിട്ടാണ് ഒരു ഒഫൻസിന് നമ്മൾ പണിഷ്മെൻറ്റ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ആ 6 monthsനുള്ളിൽ ഇതേപോലത്തെ എത്ര കേസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഒരു റിപ്പീറ്റേഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ചാൻസസ് വളരെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. എപ്പോൾ ഒരു വയലൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഇമ്മീഡിയറ്റ് ആക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ.
Clear? So appropriate disciplinary action should be taken each time the violation occurs. ഓരോ പ്രാവശ്യം വയലേഷൻ ഉണ്ടാവുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റേതായ ആക്ഷൻസ് എടുക്കേണ്ടതാണ്. Managers should be consistent with their discipline and take the same action each time an infringement occurs. ഓരോ പ്രാവശ്യം ഇൻഫ്രിഞ്ച്മെൻറ്റ് സംഭവിക്കുമ്പോഴും അവർ, ദാറ്റ് ഈസ് മാനേജേഴ്സ്, കൃത്യമായിട്ടുള്ള ആക്ഷൻ എടുക്കണം. ദ സെയിം ആക്ഷൻ തന്നെ ആയിരിക്കണം. ഒരാൾക്ക് ഒരു ആക്ഷൻ, മറ്റൊരാൾക്ക് വേറൊരു ആക്ഷൻ, അങ്ങനെ പാടില്ല. ഒരാൾക്ക് ഒരു ടൈപ്പ് ഓഫ് പണിഷ്മെൻറ്റ്, വേറൊരാൾക്ക് മറ്റൊരു ടൈപ്പ് ഓഫ് പണിഷ്മെൻറ്റ് ഫോർ ദ സെയിം ഒഫൻസ്, അത് സംഭവിക്കാൻ പാടില്ല. If same offense is committed again and again, the same type of punishment ആണ് ഡിസ്പെൻസർ എടുക്കേണ്ടത്. And then if the manager is not consistent, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു മാനേജർ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, ആര് ചെയ്താലും ദ സെയിം ടൈപ്പ് ഓഫ് ആക്ഷൻ തന്നെയാണ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞു. ഇഫ് ഇറ്റ് ഈസ് നോട്ട് സോ, എന്താണ് സംഭവിക്കുക? If the manager is not consistent, the organization will lose ethics and honor towards the manager. അപ്പോൾ ചില ആൾക്കാർക്ക് ചില കൺസിഡറേഷൻസ് കൊടുക്കുമ്പോൾ, ചില ആൾക്കാർക്ക് പണിഷ്മെൻറ്റേ കൊടുക്കാതിരിക്കുമ്പോൾ, ചില ആൾക്കാർക്ക് മാത്രം പണിഷ്മെൻറ്റ് കൊടുക്കുമ്പോൾ, അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇയാൾ പോണേന്നുണ്ടെങ്കിൽ എംപ്ലോയീസിനെ ആ പർട്ടിക്കുലർ വ്യക്തിയുടെ അടുത്ത്, ആ മാനേജറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആ ഡിസ്പെൻസറിൻ്റെ അടുത്ത് ഒരു തരത്തിലുള്ള റെസ്പെക്റ്റും ഹോണറും ഉണ്ടാവില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ആരെ മുഖം നോക്കാതെ നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുമെങ്കിൽ ആ പേഴ്സണിനെ എല്ലാവരും കൺസിഡർ ചെയ്യും, റെസ്പെക്റ്റ് ചെയ്യും. കാരണം അവർക്ക് വിശ്വാസമാണ്, ഇയാളാണ് കേസ് ഏറ്റെടുക്കണതെങ്കിൽ അവർക്ക് നീതി കിട്ടിയിരിക്കും എന്നുള്ളൊരു വിശ്വാസമാണ് അവർക്ക് വരുന്നത്. നേരെ മറിച്ച് ഓരോരുത്തർക്ക് ഓരോ പോലെ പണിഷ്മെൻറ്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഓരോ ടൈപ്പ് ഓഫ് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിലുള്ള വിശ്വാസമാണ് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത്. എ മാനേജർ ഷുഡ് ഓൾവേസ് ട്രൈ ടു മെയിൻറ്റെയിൻ ദി ക്വാളിറ്റി ഓഫ് ദി വർക്ക്. അയാൾ ചെയ്യുന്ന ഡ്യൂട്ടി എന്താണോ, അയാൾ ചെയ്യുന്ന വർക്ക് എന്താണോ, അതിൻ്റെ ക്വാളിറ്റി അപ്ഗ്രേഡ് ചെയ്ത് എൻഹാൻസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അയാൾക്ക് പറ്റണം. അതേപോലെ തന്നെ ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ടീം വിൽ ഡിസിൻറ്റഗ്രേറ്റ് എസ്പെഷ്യലി ഇഫ് ദ മാനേജർ ഡു നോട്ട് ഇംപ്ലിമെൻറ്റ് ദ സെയിം ഡിസിപ്ലിനറി സ്റ്റൈൽ കൺസിസ്റ്റൻ്റ്ലി. എപ്പോഴും ഒരേ ടൈപ്പ് ഓഫ് ഡിസിപ്ലിനറി സ്റ്റൈൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദ എൻറ്റയർ ടീമിൻ്റെ പ്രൊഡക്ടിവിറ്റിയാണ് അവിടെ ഡിസിൻറ്റഗ്രേറ്റ് ആവുന്നത്. ദ ഹോൾ ടീം, ആരും തന്നെ ആ ഒരു പർട്ടിക്കുലർ പേഴ്സണിനെ, ആ പർട്ടിക്കുലർ മാനേജറിനെ വില വയ്ക്കില്ല. കാരണം ഇയാൾ എങ്ങനെയാണ് പൈസ മേടിച്ച് കാര്യങ്ങൾ നടത്തുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ ആർക്കാണ് അവിടെ ശബ്ദമുള്ളത്? പൈസ ഉള്ള ആൾക്കാർക്ക് മാത്രമേ അവിടെ ശബ്ദമുള്ളൂ. നേരെ മറിച്ച് any person, whoever in the organization do the same offense, the same type of disciplinary action തന്നെ ആയിരിക്കണം. ഹയർ ഗ്രേഡ് ആയാലും ലോവർ ഗ്രേഡ് ആയാലും നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പൊസിഷനിൽ ഉറച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ ഒരു തരത്തിലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി, കാരണം ആൾക്കാർക്കുള്ള ഹോപ്പാണ് അവിടെ ഇല്ലാണ്ടാവുന്നത്. ദേ വിൽ ലൂസ് ഫെയ്ത്ത്. ഒരാളെ വിശ്വസിച്ച് നമ്മളൊരു കാര്യം പറയാനായിട്ട് പറ്റില്ല. കാരണം കാശുള്ളിടത്തേക്ക് അയാളും അറിയും, അല്ലെങ്കിൽ അയാളുടെ വീക്ക്നെസ് ഏതാണോ അതിലേക്ക് അയാളും അറിയും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പോകണമെന്ന് പറയണത്. ദ ഡിസിപ്ലിൻ ഷുഡ് ബി കണക്റ്റഡ് വിത്ത് ദി ഗിവൻ വയലേഷൻ. നമ്മൾ ഏത് ആക്ഷൻ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിലും ആ ആക്ഷൻ ഷുഡ് ബി കണക്റ്റഡ് വിത്ത് ദി പെർട്ടിക്കുലർ വയലേഷൻ ആൻഡ് നോട്ട് വിത്ത് ദി പേഴ്സണാലിറ്റി ഓഫ് ദി വയലേറ്റർ. അവിടെ നമുക്ക് വയലേറ്ററിനെ അല്ല നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വയലേറ്ററിൻ്റെ പേഴ്സണാലിറ്റീനെ അല്ല നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യണത് എന്താണ്? ഓൺലി ദ വയലേഷൻ. ആ വയലേഷനുള്ള ഒരു ആക്ഷനാണ് നമ്മൾ അവിടെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ആരൊന്നുമില്ല, വയലേറ്റർ ഇല്ല, വയലേറ്ററിൻ്റെ പേഴ്സണാലിറ്റി ഇല്ല, ഒന്നുമില്ല.
ഓൺലി വി ആർ ടേക്കിംഗ് ആക്ഷൻ എഗെയിൻസ്റ്റ് ദ വയലേഷൻ. എന്താണോ അവിടെ വയലേറ്റ് ചെയ്തിട്ടുള്ളത് അതിനുള്ളൊരു ആക്ഷനാണ് നമ്മളെപ്പോഴും എടുക്കേണ്ടത്. ഇനി developing effective discipline skills can be accomplished by following these suggested actions. അപ്പോൾ ഡിസിപ്ലിനറി ആക്ഷനൊക്കെ നമ്മൾ അല്ലെങ്കിൽ സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് കൺസിഡർ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ സജസ്റ്റഡ് ആക്ഷൻസ് അവർ തന്നിട്ടുണ്ട്. കൺഫ്രണ്ട് ദി എംപ്ലോയി ഇൻ എ കാം, ഒബ്ജക്റ്റീവ് ആൻഡ് സീരിയസ് മാനർ. സ്റ്റേറ്റ് ദ പ്രോബ്ലം specifically. Keep the discussion impersonal. Allow the employee to explain his position. Maintain control of the discussion. Obtain agreement on how mistakes can be prevented in the future. Select disciplinary action progressively considering mitigating circumstances. സോ ഇവിടെ വരുന്നത് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ, ഒരു എംപ്ലോയി എന്തെങ്കിലും രീതിയിലുള്ള ഒഫൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു വിധത്തിനെ കുറിച്ചിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓൾവേസ് ഇൻ എ കാം, ഒബ്ജക്റ്റീവ് ആൻഡ് സീരിയസ് മാനറിൽ നമ്മൾ ഒഫൻസിനെ നമ്മൾ കൺസിഡർ ചെയ്യാം. പറയാനുള്ള പ്രോബ്ലം അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച വയലൻസ് എന്താണോ ആ പെർട്ടിക്കുലർ സിറ്റുവേഷൻ സ്പെസിഫിക് ആയിട്ട് കാര്യത്തിലേക്ക് നമ്മൾ കടക്കാം. നമ്മൾ ചെയ്യുന്ന ഡിസ്കഷൻസ്, നമ്മളൊരു കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വയലേഷൻ നടന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഡിസിപ്ലിനറി ആക്ഷൻ പോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫ്രീക്വൻറ്റ് മീറ്റിങ്സ് വേണ്ടി വരും, അല്ലെങ്കിൽ ഡിസ്കഷൻസ് വേണ്ടി വരും. ഏത് ഡിസ്കഷൻ ആയാലും ഏത് മീറ്റിംഗ് ആയാലും ഓൾവേസ് കീപ്പ് ഇറ്റ് ഇംപേഴ്സണൽ. നെക്സ്റ്റ് ഈസ് allow the employee to explain his position. അപ്പോൾ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഓരോ പേഴ്സണിനും അതിലത്തെ എംപ്ലോയിക്ക് പറയാനുള്ള ചാൻസ് നമ്മൾ കൊടുക്കാം. വാട്ട് ഈസ് ഓൺ ഹിസ് സൈഡ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ചാൻസ്. മെയിൻറ്റെയിൻ കൺട്രോൾ ഓഫ് ദി ഡിസ്കഷൻ. അപ്പം നമ്മൾ ആ ഡിസ്കഷൻ്റെ കാര്യങ്ങൾ ആരിലേക്കും കൂടുതൽ സ്പ്രെഡ് ചെയ്ത് പോകരുത്. കാരണം ഒരു കാര്യം രണ്ട് പേരിൽ ഒതുങ്ങി നിൽക്കേണ്ടത് രണ്ട് പേരിൽ ഒതുങ്ങി നിന്നില്ല എന്നുണ്ടെങ്കിൽ ദ ഹോൾ ഓർഗനൈസേഷൻ ചർച്ചാ വിഷയമാക്കി കഴിഞ്ഞാൽ അത് ഫ്രൂട്ട്ഫുൾ ആവില്ല ആ ആക്ഷൻ എടുക്കുന്നത്. അതേപോലെ തന്നെ ഒബ്റ്റെയിൻ അഗ്രിമെൻറ്റ് ഓൺ ഹൗ മിസ്റ്റേക്സ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ഇൻ ദി ഫ്യൂച്ചർ. അപ്പോൾ ഓരോ ഡിസ്കഷൻ കഴിയുമ്പോഴും we would have taken some decisions, and that decisions may be made clear to the employee, and we have to take agreement that this type of offense will not be repeated in the future. അപ്പോൾ ഫ്യൂച്ചറിൽ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒഫൻസസ് ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. സെലക്ട് ഡിസിപ്ലിനറി ആക്ഷൻ പ്രോഗ്രസീവ്ലി കൺസിഡറിങ് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസസ്. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ആ ഒരു ഡിസിഷൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്ത രീതിയിലേക്ക് കടന്നു പോകുന്ന രീതിയിൽ, അതായത് പ്രിവെൻറ്റീവായിട്ടുള്ള കാര്യങ്ങളാവും വേണം, അതേപോലെ തന്നെ അയാൾ ചെയ്തിട്ടുള്ള വയലേഷന് അതിന് ഈക്വലായിട്ടുള്ള പണിഷ്മെൻ്റ് അയാൾക്ക് കിട്ടും വേണം. അപ്പോൾ ആ രീതിയിലായിരിക്കണം നമ്മളൊരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുമ്പോൾ. ഓക്കെ, ആൻഡ് ദെൻ ഇതിലൊരു കേസ് സ്റ്റഡീനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലുണ്ടാവുന്ന ഒരു കേസാണ് ഞാൻ വായിക്കാൻ പോണത്. ജസ്റ്റ് അതൊന്ന് നിങ്ങൾ കേൾക്കാം. രവിശങ്കർ ഹാസ് ജസ്റ്റ് ബീൻ എംപ്ലോയ്ഡ് by fast mobile communication systems. He has been in training for 3 weeks now and is currently adapting to his new work environment and team members. Ravi has been learning all the regulations and standards he needs to work by in order to be employed by FAST. He understands all the rules and knows that he must be abide by them. However, Ravi is having a problem meeting his deadlines. His last progress report was due at midday and he turned it at 2 p.m. that afternoon. His manager knows that Ravi is new but also knows that if this problem is not dealt with immediately,
It will be difficult to implement discipline in future. സോ ഞാൻ ഈ പറഞ്ഞ സിറ്റുവേഷൻ, ഇപ്പോൾ ഞാൻ വായിച്ചൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് എന്താണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് പറയാം. അപ്പോൾ അത് എങ്ങനെയാണ് ഈ ഹോട്ട് സ്റ്റവ് റൂൾ തന്നെയാണ് അവിടെയും അപ്ലൈ ചെയ്യുന്നത്. ഒരു മൈനർ മിസ്റ്റേക്കാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ മൈനർ മിസ്റ്റേക്കാണെന്ന് പറഞ്ഞിട്ട് അത് കണ്ണടയ്ക്കണില്ല. അതാണ് ഇതിൻ്റെ ബാക്കിയുള്ള കഥകൾ നമുക്ക് റിവീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഇതിൻ്റെ ഒന്നും കൂടിയും പറഞ്ഞു തരാം. രവിശങ്കർ എന്ന് പറയുന്ന വ്യക്തി ഫാസ്റ്റ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലാണ് ജോലി ചെയ്യുന്നത്. ന്യൂലി എംപ്ലോയിഡ് പേഴ്സണാണ്. അപ്പോൾ ന്യൂലി എംപ്ലോയിഡ് ആയതുകൊണ്ട് തന്നെ ഇനീഷ്യലി അവരെന്ത് ചെയ്തിട്ടുണ്ട്, 3 വീക്സിൻ്റെ ട്രെയിനിങ് അയാൾക്ക് കൊടുത്തിട്ടുണ്ട്. സോ 3 ആഴ്ചത്തെ ട്രെയിനിങ് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഒരു ന്യൂ വർക്കിംഗ് എൻവയൺമെൻറ്റും അയാളുടെ ടീം മെമ്പേഴ്സൊക്കെ ആയിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യും. സോ അങ്ങനെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ രവിശങ്കർ ഫാസ്റ്റ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻസിൽ ജോയിൻ ചെയ്തിട്ട് 3 വീക്സ് അയാൾക്ക് കിട്ടേണ്ട ട്രെയിനിങ് അയാൾ എടുത്തിട്ടുണ്ട്. ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് കമ്പനി. ട്രെയിനിങ് കൊടുത്തതിന് ശേഷം പുതിയ എൻവയൺമെൻറ്റിലേക്ക് ആഫ്റ്റർ ദ 3 വീക്ക്, ദ 4th വീക്ക് അയാൾ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ദ 4th വീക്ക് അയാളുടെ പുതിയ എൻവയൺമെൻറ്റായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അയാൾക്ക് ടീം മെമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്താ ഉണ്ടായെന്നുണ്ടെങ്കിൽ, Ravi is having a problem meeting his deadlines. His last progress report was due at midday. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? അപ്പോൾ ഇയാൾക്കറിയാം കമ്പനിയുടെ റൂൾസ് എന്താണെന്നുള്ളത് അറിയാം, റെഗുലേഷൻസ് എന്താണെന്നുള്ളത് അറിയാം. എല്ലാം 3 വീക്സ് കൊണ്ട് ഇയാൾക്ക് ട്രെയിനിങ്ങിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവർക്ക് കൊടുക്കുന്ന വർക്കിന് അവർ ടാർഗറ്റ് ടൈം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ടാർഗറ്റ് ടൈമിൽ അവർ പറയുന്ന ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വയലേഷൻ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരു കാര്യം ചോദിച്ചു, 10 മണിക്ക് തരാൻ പറഞ്ഞു. 10 മണിക്ക് നിങ്ങൾ തന്നില്ലെങ്കിൽ ഇറ്റ് ഈസ് എ വയലേഷൻ. അവിടെ 100 പേരുണ്ട്, 99 പേരും തന്നു, ഒരാൾ മാത്രം തരാത്തുള്ളൂ. അപ്പോൾ നമ്മൾ പറയണേ ഈ ഒരാൾ മാത്രമല്ലേ 10 മണിക്ക് തരാത്തുള്ളൂ. നോ കൺസിഡറേഷൻ, വയലേഷൻ ഇസ് എ വയലേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ രവിശങ്കറിൻ്റെ അടുത്ത് ഉച്ചയ്ക്കാണ് അയാളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ചോദിച്ചിട്ടുള്ളത്. അയാളുടെ അന്നത്തെ ഡേയുടെ റിപ്പോർട്ട് തരാനായിട്ട് പറഞ്ഞു ബൈ 12 PM. So he has turned at 2 PM. 2 മണിക്കൂറിൻ്റെ എക്സസ് ടൈമാണ് അയാൾ എടുത്തിട്ടുള്ളത്. See what happens in the next part of the story. അല്ലേ? അപ്പോൾ ഇതൊരു മൈനർ മിസ്റ്റേക്ക് അല്ലേ? അയാൾ പുതിയതായിട്ട് ജോയിൻ ചെയ്തതാണ്. അയാൾക്ക് ആ ജോലി ചെയ്ത് പരിചയമായിട്ട് വരുന്നുള്ളൂ. അപ്പോഴാണ് എന്തുണ്ടാവുന്നത്, ഇങ്ങനെ ഒരു 2 മണിക്കൂറിൻ്റെ ഒരു വയലേഷൻ അവിടെ സംഭവിക്കണത്. ഓക്കെ, so let's go through each phase of the hot stove rule of discipline with Ravi's manager and see how successful the outcome is. Earlier, we talked about the importance of immediacy. Ravi's manager knows that immediately following an infraction, discipline must take place. He also knows that before he can implement any form of discipline, he must first notify Ravi. He must be aware of his mistake before formal disciplinary action can be initiated. The manager also realizes the importance of keeping the discipline impersonal. He knows that the discipline should be connected with the violation, not with the personality of the violator. So that afternoon, Ravi receives a memo on his desk. അപ്പോൾ ആദ്യത്തെ പാർട്ടിൻ്റെ കഥ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പാർട്ടിലുണ്ടായിട്ടുള്ളത് എന്താണ്? ഫസ്റ്റ് തിങ് 12 മണിക്ക് റിപ്പോർട്ട് ചോദിച്ചു. 2 മണിക്കാണ് ആ റിപ്പോർട്ട് അവർക്ക് കൊടുക്കാനായിട്ട് പറ്റിയത് രവിശങ്കറിന്. അപ്പോൾ രവിശങ്കറിന് കൺസിഡർ ചെയ്യാവുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ദാറ്റ് ദിസ് പേഴ്സൺ ഇസ് ന്യൂ ടു ദി ഓർഗനൈസേഷൻ, അതൊരു കൺസിഡറേഷനാണ്. ആൻഡ് ഹി ഈസ് നോട്ട് വെരി ഫെമിലിയർ വിത്ത് ദി വർക്ക് ഡൺ ഇൻ ദി ഓർഗനൈസേഷൻ. ഫസ്റ്റ് ടൈമാണ് ഇയാൾ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ തന്നെ ഈ വയലേഷൻ കണ്ടപ്പോഴാണ് രവിശങ്കറിൻ്റെ മാനേജർക്ക് തോന്നിയത് ഇവിടെ മിണ്ടാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഫ്യൂച്ചറിലും ഇത് റിപ്പീറ്റഡ് ആവാം. സോ ദിസ് വയലേഷൻ ഷുഡ് ബി കൺസിഡേർഡ് ആസ് എ വയലേഷൻ ആൻഡ് ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ബി ടേക്കൺ. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ
ഡിസിപ്ലിനറി ഈ ഒരു വയലേഷൻ നമുക്ക് കണ്ണടയ്ക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു വയലേഷൻ കണ്ണടച്ച് കഴിഞ്ഞാൽ നാളെ 2 മണി എന്നുള്ളത് 3 മണിയാവും, പിറ്റെന്നാൽ 3 മണി എന്നുള്ളത് 4 മണിയാവും. ദിസ് മേ റിപ്പീറ്റ്. അപ്പോൾ ഇത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് വയലേഷനിൽ തന്നെ അവർ എന്ത് ചെയ്തു, വാർണിംഗ് കൊടുക്കേണ്ടതാണ്. സീ ഹൗ ദേ ഹാവ് അപ്രോച്ച്ഡ്. ഫസ്റ്റ് തിങ് ഈസ്, അങ്ങനെ വാർണിംഗ് കൊടുക്കണേക്കാളും മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ നോട്ടീസ് കൊടുക്കണം. ഓക്കെ, ഒരു മെമ്മോ നമുക്ക് എത്തിക്കേണ്ടതാണ്. അതാണ് രവിശങ്കർ അന്ന് ഉച്ചയ്ക്ക് അയാളുടെ ഊണൊക്കെ കഴിഞ്ഞ് അയാൾ വന്നിരുന്നപ്പോൾ അയാൾ റിസീവ് ചെയ്തത് മെമ്മോ ആയിരുന്നു. ഓക്കെ, that afternoon Ravi receives a memo on his desk. It reads, according to the FAST policy, all progress reports are to be submitted clearly and promptly. We realize one may not consider the progress report important, but we would like to emphasize now that FAST takes them very seriously. അപ്പോൾ മെമ്മോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, കമ്പനി പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ക്ലിയറായിട്ടും റിപ്പോർട്ട്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിരിക്കണം, പ്രോംപ്റ്റ് ആയിരിക്കണം. പ്രോംപ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഓൺ ടൈം, അവർ പറയുന്ന ടൈമിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിരിക്കണം. ദാറ്റ് ആഫ്റ്റർനൂൺ ആണ് ഇത് റിസീവ് ചെയ്തത്. ഇനി അക്കോർഡിംഗ് ടു ദ ഫാസ്റ്റ് പോളിസി ഓൾ പ്രോഗ്രസ് റിപ്പോർട്ട്സ് ആർ ടു ബി സബ്മിറ്റഡ് ക്ലിയർലി ആൻഡ് പ്രോംപ്റ്റ്ലി. വി റിയലൈസ് വൺ മേ നോട്ട് കൺസിഡർ ദി പ്രോഗ്രസ് റിപ്പോർട്ട്സ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും, നിങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിൽ. വി വുഡ് ലൈക്ക് ടു എംഫസൈസ് നൗ ദാറ്റ് ഫാസ്റ്റ് ടേക്സ് ദം വെരി സീരിയസ്ലി. നമ്മളത് സീരിയസ് ആയിട്ടുള്ളൊരു ഒഫൻസ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം കണ്ടില്ല എന്ന് ഞങ്ങൾക്ക് വയ്ക്കാനായിട്ട് പറ്റില്ല. A small meeting will be conducted tomorrow at 9 a.m. with your supervising manager discussing proper procedures in writing and submitting these progress reports. അപ്പോൾ നാളെ രാവിലെ 9 മണിക്ക് നിങ്ങളുടെ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ ആയിട്ടുള്ള വ്യക്തിയുമായിട്ട് നമുക്കൊരു ഡിസ്കഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. We feel that this is a positive way to ensure that these minor technicalities are corrected now. Thank you so much for your cooperation. We look forward to helping wherever necessary to make your employment here at FAST as comfortable as possible. On receiving this memo, അപ്പോൾ ഇത്രയും നല്ല രീതിയിലാണ് ഈ മെമ്മോ അവർ ക്ലോസ് ചെയ്തേക്കുന്നത്. ഒരു ലെറ്റർ എഴുതുമ്പോൾ അതിന് അതിൻ്റേതായ ക്രൈറ്റീരിയാസ് ഉണ്ട്, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്. അപ്പോൾ ഈ ലെറ്റർ ഓപ്പൺ ചെയ്തത് തന്നെ ഫാസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇഫ് യു പീപ്പിൾ ആർ നോട്ട് കൺസിഡേർഡ് ആസ് വെരി ഇമ്പോർട്ടൻറ്റ് ബട്ട് ഫാസ്റ്റ് ഈസ് കൺസിഡറിങ് ടേക്കിംഗ് ഇറ്റ് വെരി സീരിയസ്ലി. നിങ്ങൾക്കത് ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആവില്ല, പക്ഷേ ഫാസ്റ്റിന് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഞങ്ങളതൊരു സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പോകുകയാണ് എന്നുള്ളതാണ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് തിങ് ഈസ്, ആൾക്ക് നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, വെരി നെക്സ്റ്റ് ഡേ നിങ്ങളുടെ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ഉണ്ട്, എല്ലാ റിപ്പോർട്ട്സും ബേസ് ചെയ്തിട്ടൊരു ഡിസ്കഷൻ ഉണ്ട്. ആൻഡ് ലാസ്റ്റ് വേർഡ്സ് നിങ്ങൾ നോക്കുക, ലാസ്റ്റ് ലൈൻസ്, അതിലുള്ള ലാസ്റ്റ് ലൈൻ, വി ഫീൽ ദാറ്റ് ദിസ് ഈസ് എ പോസിറ്റീവ് വേ to ensure that these minor technicalities are corrected now. So when you are doing any wrong action, when you are violating any rules, that is immediately corrected. So that is a positive way they are thinking. Okay, and then thank you so much for your cooperation. We look forward to helping wherever necessary to make your employment here at FAST as comfortable as possible. അപ്പോൾ ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു മേക്ക് യുവർ സെൽഫ് ആസ് കംഫർട്ടബിൾ ആസ് പോസിബിൾ ഇൻ ദി ഓർഗനൈസേഷൻ. കാരണം ഒരു ഡിസ്കംഫർട്ടായിട്ട് നമുക്കൊരു ഓർഗനൈസേഷനിലും വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല, ഒരു ഹെവി മൈൻഡായിട്ട് നമുക്കൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. സോ വിത്ത് എ പോസിറ്റീവ് മൈൻഡ്, വിത്ത് വെരി ക്ലിയർ, വിത്ത് ഹാപ്പിയസ്റ്റ് പേഴ്സൺ ആയിട്ട് നമുക്കൊരു കമ്പനിയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് ആദ്യം തന്നെ ഫ്രീ ആയിരിക്കണം. സോ യു ഹാവ് എ കമ്മിറ്റഡ് ഒഫൻസ്
സോ അതിനെ നമുക്കൊരു മീറ്റിംഗ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈ മീറ്റിങ്ങും ഈ ഡിസ്കഷനും അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ഡിസിപ്ലിനറി ആക്ഷനും നമ്മൾ എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു മേക്ക് യു കറക്റ്റ് ആൻഡ് ഓൾസോ ടു മേക്ക് യു കംഫർട്ടബിൾ ഇൻ ദി ഓർഗനൈസേഷൻ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആ മെമ്മോ അവർ ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലെറ്റർ ഫസ്റ്റ് ടൈം രവി ജോലിയിൽ കയറിയിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടൈം ഒരു മെമ്മോ കിട്ടുമ്പോൾ ഇത് വായിച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ ഓപ്പനിങ്ങും ക്ലോസിങ് വേർഡ്സിലേക്കൊന്നും ആദ്യം പോവില്ല. ഓക്കെ, അപ്പോൾ അതിൽ കണ്ടിട്ടുള്ളത് എന്താണ്? നാളെ മീറ്റിംഗ് ഉണ്ട്, ഇമ്മീഡിയറ്റ് സൂപ്പർവൈസറായിട്ട്, അപ്പോൾ ഈ നമ്മുടെ റിപ്പോർട്ട്സിനെ ബേസ് ചെയ്തിട്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അയാൾ അറിയാം. അപ്പോൾ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഹീ ഈസ് ലിറ്റിൽ മച്ച് ഫ്രസ്ട്രേറ്റഡ്. ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ട്. വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടുമാറോ? ഈ ഒരു ഓർഗനൈസേഷന് ചെറിയൊരു മിസ്റ്റേക്ക് വരുമ്പോഴേക്കും അവർ ഇങ്ങനെ ഒരു മെമ്മോ ഒക്കെ തരാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഇനി ഭാവിയിൽ എത്ര മെമ്മോ മേടിക്കാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരു ചെറിയ രീതിയിലാണ് മൊത്തത്തിൽ ഡിസ്ട്രെസ്സാണ് അവിടെ ഫീൽ ചെയ്തത്. ഓൺ റിസീവിങ് ദിസ് മെമ്മോ Ravi feels a bit frustrated. He realizes though that this is just a minor detail he overlooked. He sees the emphasis on correcting the problem and knows that his report was late and he needs to work on his promptness. വീണ്ടും നമ്മൾ ഈ മെമ്മോ വായിച്ചു നോക്കണം. രവി വായിച്ചു നോക്കുമ്പോഴാണ് ആ ഫ്രസ്ട്രേഷൻ ദാറ്റ് ഈസ് എന്താ പറയുക, ചെറിയൊരു നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഒരു സാധാരണ ഒരു പരമാവധി അയാൾ എന്ത് ചെയ്യും? ആ തെറ്റിനെ ന്യായീകരിക്കാനായിട്ട് നോക്കും, അല്ലേ? അതൊരു ഹ്യൂമൻ മെൻറ്റാലിറ്റിയാണ്. ദ സെയിം തിങ് ദാറ്റ് ഹാപ്പൻഡ് ഹിയർ ഓൾസോ. ഇപ്പോൾ രവി നോക്കണം, 12 o'clock ചോദിച്ചു, പക്ഷെ 2 hours. ഞാൻ പുതിയതല്ല ഓർഗനൈസേഷനിൽ, അത് കാരണം കുറച്ച് സമയമെടുത്തു. സോ ഇനി അത് റിപ്പീറ്റ് ചെയ്യാതെ നമുക്ക് നോക്കണം. അപ്പോൾ ആ ക്രൈമും ദാറ്റ് ഈസ് ആ ഒഫൻസും ഫോക്കസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഹി അറ്റൻഡ്സ് എ മീറ്റിംഗ് ഷെഡ്യൂൾഡ് ഫോർ ദ ഫോളോയിങ് ഡേ. ഹി മീറ്റ്സ് വിത്ത് ഹിസ് മാനേജർ ആൻഡ് ദേ ഡിസ്കസ് പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രോംപ്റ്റ്നെസ്. അപ്പോൾ പിറ്റേ ദിവസം പറഞ്ഞ പോലെ തന്നെ മീറ്റിങ്ങിന് ഡിസ്കഷന് ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ ഉണ്ടായിരുന്നു, ഇയാളുണ്ടായിരുന്നു, രവി ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ ഡിസ്കസ് ചെയ്തു. പ്രൊസീജിയർ അവിടെ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയറും അവിടെ ഫോളോ ചെയ്യുന്ന പ്രോംപ്റ്റ്നെസ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അതുകൊണ്ട് വരുന്ന ഡിലേ, ഒരു ഇൻഫർമേഷൻ റിപ്പോർട്ട് ഡിലേ ആയി കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്ന കോൺസിക്വൻസസ്, അതിനെക്കുറിച്ച് അവിടെ വ്യക്തമായിട്ടുള്ളൊരു ഡിസ്കഷൻ അവിടെ നടന്നിട്ടുണ്ട്. They go through the steps in creating a progress report and how to eliminate unnecessary information. അപ്പോൾ രവി ചെയ്തിട്ടുള്ള ഓരോ സ്റ്റെപ്പും ഓരോ പ്രൊസീജിയേഴ്സും അവിടെ ഡീറ്റെയിൽ ആയിട്ട് അവർ ഡിസ്കസ് ചെയ്തു. അങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങൾക്ക് കുറച്ച് നേരം ചിലവാക്കേണ്ടി വന്നു. സോ ആ ഒരു ഡിസ്കഷനിലൂടെ എന്തൊക്കെയാണ് നമുക്ക് ദാറ്റ് ഈസ് അൺനെസസറി ഇൻഫർമേഷൻ എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റി. മാനേജർക്ക് അതേപോലെ തന്നെ സൂപ്പർവൈസർക്കും രവിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റി. എന്താണ് അൺനെസസറി ഇൻഫർമേഷൻ ഇയാൾ ചിലവാക്കിയ സമയം അതാണ്. അപ്പോൾ നിങ്ങളെപ്പോഴും focus always on the necessary information. Don't go for the unnecessary information. Unnecessary information ഇരുന്ന് കുറേ നേരം പണിയെടുത്തിട്ട് ഒരു കാര്യമില്ല. എന്താണോ ആവശ്യമുള്ളത് ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ നോക്കാം. രവി ഡിസ്കസസ് വാട്ട് മേ ഹാവ് ഹെൽഡ് ഹിം ബാക്ക് ഫ്രം ടേണിങ് ഇൻ ഹിസ് റിപ്പോർട്ട് ഓൺ ടൈം. അപ്പോൾ അവിടെ ഡിസ്കഷൻ നടന്നപ്പോൾ രവിക്ക് മനസ്സിലായി എന്താണ് കൃത്യസമയത്ത് റിപ്പോർട്ട് വെക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്നുള്ളത് മനസ്സിലായി. ദേ ഡിസ്കസ് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ആൻഡ് കം അപ്പ് വിത്ത് എ കോംപ്രമൈസ്. അപ്പോൾ പല ഓപ്ഷൻസും അവിടെ ഡിസ്കസ് ചെയ്തു. അവരെല്ലാവരും ഒരു കോംപ്രമൈസിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള ഫീലിംഗ് ആണ് ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഹി ഫീൽസ് വെരി കംഫർട്ടബിൾ ടോക്കിംഗ് with his manager. He knows what he needs to do now to get his reports on time. അപ്പോൾ ഇപ്പോൾ രവിക്ക് മനസ്സിലായി ഒരു റിപ്പോർട്ട് റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ആ മീറ്റിങ്ങിൽ വളരെ കംഫർട്ടബിളായിട്ടും വളരെ ഹാപ്പി ആയിട്ടാണ് അയാൾ പങ്കെടുത്തത്. The meeting is a success, but Ravi's manager does not fail to tell him that if this happens again, there will be greater disciplinary action taking place. അപ്പോൾ ഈ മീറ്റിങ്ങിലൂടെ
രവിയുടെ മാനേജർ രവിയെ ഓർമ്മിപ്പിക്കാനും മറന്നില്ല. എന്ത്? ഇതേപോലത്തെ ഡിസിപ്ലിനറി ആക്ഷൻ ഇനി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലല്ല ആക്ഷൻ വരിക, കുറച്ചും കൂടിയും സീരിയസ് ആയിട്ടാണ് ആക്ഷൻ വരിക എന്നുള്ളതും ഓർമ്മപ്പെടുത്താനായിട്ട് മറന്നില്ല. രവി അണ്ടർസ്റ്റാൻഡ്സ്, ദേ ഷേക്ക് ഹാൻഡ്സ് ആൻഡ് ഹി ലീവ്സ്. അപ്പോൾ അവിടെ ഒരു ഫോർമൽ മീറ്റിംഗ് ആണ് നടന്നത്, പക്ഷേ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡിസ്കഷനാണ്. പല കാര്യങ്ങളും ഓപ്ഷൻസും അവിടെ ഡിസ്കസ് ചെയ്തു. എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ, എന്തൊക്കെയാണ് അൺനെസസറി ഇൻഫർമേഷൻ, ഏതുമ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സമയം പോകുന്നത്, എങ്ങനെയാണ് ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്, കുറച്ചും കൂടി എഫക്റ്റീവായിട്ടുള്ള രീതികളൊക്കെയാണ് അവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ രവിക്ക് ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി ആളുടെ ഫോൾട്ട് എവിടെയാണ്, എന്തൊക്കെയാണ്. അങ്ങനെ വളരെ കംഫർട്ടബിളായിട്ടാണ് ആ മീറ്റിംഗ് അവസാനിച്ചത്. വളരെ ഹാപ്പി ആയിട്ടാണ്. കാരണം ഒരു ഫ്രസ്ട്രേഷൻ തലേദിവസം ഉണ്ടായി എന്നുണ്ടെങ്കിലും പിറ്റേ ദിവസം ഫ്രസ്ട്രേഷനും ഇല്ല, ഒന്നുമില്ല. ഓപ്പൺ മൈൻഡായിട്ട് ആൾ വന്നു, ഡിസ്കസ് ചെയ്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഇനിയും ഇതുപോലെ റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഡെൽറ്റ് സീരിയസ്ലി എന്നുള്ളതും കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. Although the meeting discussed a minor subject, very minor subject ആണ്, കാരണം 2 hours ഒരു ഡിലേ മാത്രമാണ് നമുക്കിവിടെ പറഞ്ഞിട്ടുള്ളൂ. It was still one of importance. Ravi's manager effectively implemented the hot stove rule to his management procedure. So ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഹോട്ട് സ്റ്റവ് റൂളാണ്. ചെറിയൊരു വയലേഷൻ വരുമ്പോഴേക്കും അത് കണ്ടു, മനസ്സിലാക്കി ആ വയലേഷനനുസരിച്ചിട്ടുള്ള ഡിസിപ്ലിനറി ആക്ഷൻ അവിടെ എടുക്കാനായിട്ട് പറ്റി. അതേപോലെ തന്നെ ഹി വാസ് ഇമ്മീഡിയറ്റ് വിത്ത് ദ ഡിസിപ്ലിൻ, അഡ്വാൻസ് വാർണിംഗ് അവിടെ കൊടുത്തു. കൺസിസ്റ്റൻസി അവിടെ ഉണ്ട്, കൺസിസ്റ്റൻസി വിൽ ടേക്ക് പ്ലേസ് ആൻഡ് ദ ഡിസിപ്ലിൻ വാസ് ഡെലിവേർഡ് ഇൻ ആൻ ഇംപേഴ്സണൽ മാനർ. ഒരു തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റീനെയോ വയലേറ്ററിനെയോ നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. ഓൺലി ദ വയലേഷൻ, അയാൾ ചെയ്തിട്ടുള്ള ഒരു ഒഫൻസിന് മാത്രമാണ് നമ്മളവിടെ വയലേറ്റ് ചെയ്ത റൂളിനെ മാത്രമാണ് നമ്മളവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മൾ പേഴ്സണാലിറ്റീനെയോ രവിനെയോ നമ്മളതിൽ ഹേർട്ട് ചെയ്യാത്ത രീതിയിലാണ് ആ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. രവീസ് മാനേജർ ഫെൽ ദറ്റ് മീറ്റിംഗ് വെൻറ്റ് വെൽ ആൻഡ് ഹാസ് ഫെയ്ത്ത് ദാറ്റ് ഹിസ് എംപ്ലോയി വിൽ വർക്ക് ടുവേർഡ്സ് ദ ഡിഫീറ്റിംഗ് ദിസ് മൈനർ ഇഷ്യൂ. അപ്പോൾ ചെറിയ ഇഷ്യൂ ആണ് ഇതുണ്ടായിട്ടുള്ളത്, അതിനെതിരെ നന്നായിട്ട് വർക്ക് ചെയ്ത് ഇനി അത് പ്രോംപ്റ്റ്ലി സബ്മിറ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പോൾ അങ്ങനെ ആയിരിക്കണം ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഹോട്ട് സ്റ്റവ് റൂൾ, ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് മേജർ പണിഷ്മെൻറ്റിലേക്കല്ല പോകേണ്ടത്. ആ ഒരു ആക്ഷൻ എടുക്കുന്നത് കൊണ്ട് അതൊരു കറക്റ്റീവ് ആക്ഷൻ ആണെന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാരിനെ മനസ്സിലാക്കി കൊടുക്കാനായിട്ടുള്ളത്. ഓക്കെ. ഇനി ദ ഹോട്ട് സ്റ്റവ് റൂൾ ഓഫ് ഡിസിപ്ലിൻ ഇസ് എഫക്റ്റീവ് ആൻഡ് കണ്ടിന്യൂസ് ടു പ്രൂവ് എഫിഷ്യൻസി. അപ്പോൾ ഈ ഒരു സംഭവം എഫക്റ്റീവാണ്, അത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എഫിഷ്യൻ്റായിട്ട് ഇത് അതിൻ്റെ റിസൾട്ട് നല്ല റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കണമെന്നുള്ളത് എല്ലാ ഓർഗനൈസേഷൻസും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതിലെ ദ ഫോളോയിങ് പ്രിവെൻറ്റീവ് ആക്ഷൻ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പ്രിവെൻറ്റീവ് ആക്ഷൻ ദാറ്റ് ക്യാൻ ബി ഫോളോഡ് ഇൻ ദിസ് റിഗാർഡ്? ആക്സെപ്റ്റ് ദി ചാലഞ്ച്. Accept that discipline is both important and difficult. Avoid denying a role in discipline. Commit to making discipline as the human resource management strength. അപ്പോൾ ഇവിടെ വരുന്നത് എന്താണ്? നമുക്കിപ്പോൾ ഒരു എന്താ പറയുക ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ പോവാണ്, അത് നമ്മൾ എന്തായിട്ട് എടുക്കുക? ഒരു ചാലഞ്ചായിട്ട് എടുക്കുക. എന്തിനുള്ള ചാലഞ്ചാണ്? നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു ചാലഞ്ചാണ്. സെക്കൻഡ് തിങ് ഇസ് ഡിസിപ്ലിൻ ദ ബിഹേവിയർ, നോട്ട് ദ പേഴ്സൺ. നമ്മൾ ആളിനെയല്ല നമ്മൾ ശരിയാക്കണം, ആ പേഴ്സൻ്റെ പർട്ടിക്കുലർ ബിഹേവിയറിനെയാണ് നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ളത്. എയിം ഡിസിപ്ലിൻ അറ്റ് വാട്ട് ആൻ എംപ്ലോയി ഹാസ് ഡൺ ഓർ നോട്ട് ഡൺ. എംപ്ലോയി ചെയ്തിട്ടുള്ളതോ ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള കാര്യം ഏതാണോ അതിനാണ് നമ്മൾ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത്, അല്ലാണ്ട് എംപ്ലോയീനെ അല്ല. അവിടെ എംപ്ലോയീനല്ല നിങ്ങൾ പണിഷ് ചെയ്യണത്, എംപ്ലോയിയുടെ ബിഹേവിയറിനെയാണ്. ഡെവലപ്പ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഇവിടെ നമുക്ക് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. എംപ്ലോയീസ് വേണം, സൂപ്പർവൈസേഴ്സ് വേണം, ബിസിനസ് നന്നായിട്ട് പോകണം. അപ്പോൾ ഒരാൾ മാത്രമായിട്ട് മുഖം തിരിച്ച് പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഒരാളുടെ ദേഷ്യം മാത്രം നമുക്ക് വെച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ എല്ലാവരും കംഫർട്ടബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് അവിടെ വർക്ക് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നോ ദ ലോ.
knowing the general provisions of the law about discipline is essential. Discipline നിർബന്ധമാണ്. ഏത് സ്ഥാപനത്തിലായാലും അല്ലെങ്കിൽ ഏത് ഇൻഡസ്ട്രിയിലായാലും ഏത് ഓർഗനൈസേഷനിലായാലും ഡിസിപ്ലിൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കുറച്ച് കാര്യങ്ങളും നിയമങ്ങളും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ആരും ഒന്നും വയലേറ്റ് ചെയ്യാതെ ഹാപ്പി ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വേണം. പുട്ട് റൂൾസ് ഇൻ പ്ലേസ്. എവിടെയാണോ അപ്ലൈ ചെയ്യേണ്ടത് അവിടെ നിയമം നമ്മൾ അപ്ലൈ ചെയ്യുക. ഒരു തരത്തിലും ലീനിയൻസി ആൻഡ് ട്രസ്റ്റിംഗ് ഓൾ എംപ്ലോയീസ് ടു യൂസ് ഗുഡ് ജഡ്ജ്മെൻറ്റ് ഷുഡ് നോട്ട് ബി അവർ അപ്രോച്ച് ടു ഡിസിപ്ലിൻ. എപ്പോഴും ലീനിയൻസിയും അതേപോലെ തന്നെ എല്ലാ എംപ്ലോയീസിനെയും എപ്പോഴും നമ്മൾ എന്താ പറയുക വിശ്വസിച്ച് നമുക്ക് അങ്ങനെ വിടാനായിട്ട് പറ്റില്ല. ഇന്ന് നന്നാവും, നാളെ നന്നാവും, മറ്റന്നാൾ നന്നാവും, അങ്ങനെയല്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ പല ആൾക്കാരും ദേ വിൽ ടേക്ക് അഡ്വാൻറ്റേജ് ഓൺ us. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയ വയലേഷൻ വന്നാലും നമ്മൾ ആദ്യം അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളത്. ആൻഡ് ദെൻ ട്രെയിൻ സൂപ്പർവൈസേഴ്സിനാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കേണ്ടത്. ഒരു ഒഫൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു വയലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം. അതേപോലെ തന്നെ ഹയർ ദ റൈറ്റ് പീപ്പിൾ. നമ്മൾ ജോലിക്ക് വയ്ക്കുമ്പോൾ ആ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള അതിനുള്ള എലിജിബിലിറ്റി ഉള്ള ആ പേഴ്സണിനെ നമ്മൾ ഹയർ ചെയ്യുക. ഒരു സ്കില്ലും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളിനെ നമ്മൾ കൊണ്ടുവന്ന് അവിടെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് നഷ്ടം, അയാൾക്കും നഷ്ടം മാത്രമേ സംഭവിക്കുള്ളൂ. അതല്ല, ആ ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിനെയാണ് എപ്പോഴും നമ്മൾ ഹയർ ചെയ്യേണ്ടത്. മേക്ക് റൂൾസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എംപ്ലോയീസ് ഓറിയൻറ്റേഷൻ. എംപ്ലോയിയുടെ ഓറിയൻറ്റേഷൻ്റെ ഭാഗമായിട്ട് എന്ത് നിയമങ്ങളാണോ നമ്മൾ ഓർഗനൈസേഷനിൽ ഫോളോ ചെയ്യുന്നത് അത് ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ തന്നെ അത് വന്ന സമയത്ത് തന്നെ ഓഫർ ലെറ്ററിനോടൊപ്പം തന്നെ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. റൈറ്റ് ടൈമിൽ തന്നെ ഗൈഡ് ലൈൻസ് കൊടുക്കാം. എന്തൊക്കെ ഈ തരത്തിലുള്ള വയലേഷൻസൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ തരത്തിലായിരിക്കും പണിഷ്മെൻറ്റ്സ് എന്നുള്ള ഒരു സൂചന നമ്മളെപ്പോഴും എംപ്ലോയീസിന് കൊടുക്കണം. അപ്പോൾ ഇതാണ് ഹോട്ട് സ്റ്റൗവിനെ കുറിച്ചിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഹോട്ട് സ്റ്റവ് റൂൾ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഡിസിപ്ലിനറി ആക്ഷനാണ്. പല ഇൻഡസ്ട്രീസും പല ഓർഗനൈസേഷൻസും അത് നടത്തിക്കൊണ്ട് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ മുഴുവൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഒരു കേസ് സ്റ്റഡീനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. എന്താണ് അവിടെ ഉണ്ടായിട്ടുള്ളത്, എങ്ങനെയാണ് ആ മാനേജർ ആ കേസ് ഹാൻഡിൽ ചെയ്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും മക്കൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ടോ ഗ്രൂപ്പിലോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താങ്ക് യു. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.